നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം തേവലക്കര സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നിർണായക പ്രതികരണവുമായി നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്ത് വന്നിരുന്നു. സംഭവത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും രാഷ്ട്രീയം നോക്കാതെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകണം എന്നതടക്കമുള്ള നിർദ്ദേശം കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി നേരത്തെ നിർദ്ദേശിച്ചിരുന്നതാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ ശക്തമാക്കിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒറ്റക്കൊമ്പൻ സിനിമയുടെ ചിത്രീകരണത്തിനായി കോളേജിലെത്തിയ നടൻ ആ കോളേജിലെ ഒരു പ്രശ്നം കാണുകയും അവിടുത്തെ ആ പ്രശ്നത്തിനൊരു പരിഹാരം വേണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു. കോട്ടയം പാലാ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപത്തെ ദ്രവിച്ച അവസ്ഥയിലുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റിന്റെ പ്രശ്നം പരിഹരിക്കുക എന്ന നിർദ്ദേശമാണ് സുരേഷ് ഗോപി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സിനിമാ ചിത്രീകരണത്തിനിടെയായിരുന്നു അദ്ദേഹം ഈ ഒരു കോളേജിലെത്തിയത്. ഈ ഒരു പ്രശ്നം അദ്ദേഹം കാണുന്നു. പിന്നാലെ മന്ത്രിയെ വിളിച്ച് ഈ ഒരു അപകടാവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. കോളേജിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സ്റ്റാഫിനും വലിയ രീതിയിലുള്ള ഭീഷണിയായി ഈ ഒരു ദ്രവിച്ച ഡ്യുവൽ ഇലക്ട്രിക് പോസ്റ്റ് മാറിയിരിക്കുകയാണ്. മാത്രമല്ല പരിതാപകരമായ അവസ്ഥയിലാണ് ഈ പോസ്റ്റ് ആയിരിക്കുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കോളേജ് പ്രിൻസിപ്പളുമായി സുരേഷ് ഗോപി സംസാരിക്കുന്നു. മാത്രമല്ല KSEBയിൽ അറിയിച്ചിട്ടുണ്ടെന്നും 2 ആഴ്ചയ്ക്കും അവർ വന്ന് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ കേന്ദ്ര സഹമന്ത്രിയോട് മറുപടിയായി പറഞ്ഞത്. 2 ആഴ്ച കൂടി മഴക്കാലത്ത് ഇങ്ങനെ നിന്നാൽ ഇത് അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഉടനെ തന്നെ സംസ്ഥാന വൈദ്യുതി മന്ത്രിയെയും KSEB ചെയർമാനെയും നേരിട്ട് വിളിക്കുകയായിരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇരുവരെ നേരിട്ട് വിളിച്ച് ഈ ഒരു പോസ്റ്റിന്റെ കാര്യം പറയുകയും ചെയ്തു. മന്ത്രിയെ വിളിച്ചു. എത്രയും വേഗം ഒരു ഇടപെടൽ വേണം എന്നൊരു ആവശ്യം കേന്ദ്ര സഹമന്ത്രി മുന്നോട്ട് വെച്ചു. തുടർന്ന് അധികൃതർ വേണ്ട നടപടികൾ ഉടൻ തുടങ്ങുമെന്നും അടുത്ത ദിവസം തന്നെ പുതിയ പോസ്റ്റ് ഇടുകയും ചെയ്യാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തുവെന്ന് കോളേജ് വൃത്തങ്ങളും വ്യക്തമാക്കുകയുണ്ടായി. എന്നാലും ഇത്തരത്തിലുള്ള അപകടകരമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ആവശ്യത്തിലുള്ള ഇടപെടൽ നടത്തുന്നു. മന്ത്രിയെ വിളിക്കുന്നു, ബന്ധപ്പെട്ട അധികൃതരെ വിളിക്കുന്നു, ഒരു പരിഹാരം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെന്ന നിർദ്ദേശം നൽകുന്നു. അത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നേരത്തെ കൊല്ലം തേവലക്കര സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നിർണായക പ്രതികരണമായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നടത്തിയത്. രാഷ്ട്രീയം നോക്കാതെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നായിരുന്നു മന്ത്രി ആവശ്യം വെച്ചത്. കുട്ടികളുടെ സുരക്ഷയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും പാടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വിഷയത്തിൽ രാഷ്ട്രീയം കാണാതെ ശക്തമായ നടപടിയെടുക്കണം. സർക്കാരിൽ നിന്നും ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ അകന്ത ഒടുക്കണം. മാത്രമല്ല പൊതുസമൂഹം ഇടപെടുന്ന സ്ഥാപനങ്ങളായ സ്കൂൾ, ആശുപത്രി എന്നിവിടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളായിരുന്നു സുരേഷ് ഗോപി ആ സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത്. കുറ്റക്കാർക്കെതിരെ സർക്കാർ കണ്ണടച്ച് നടപടിയെടുക്കണം, മുഖം നോക്കാതെ നടപടിയെടുക്കണം, മാതൃകാപരമായ നടപടികൾ ഉണ്ടാകണം. DU വിഷയത്തിൽ ഉത്തരം പറയണം. സ്കൂളിലെ മാനേജ്മെന്റിന്റെ കാര്യത്തിലൊന്നും താൻ ഇടപെടുന്നില്ല. കുഞ്ഞുങ്ങളുടെ സുരക്ഷയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല എന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെയുള്ള മാനേജ്മെന്റുമായി സ്കൂൾ നടത്തണോ എന്ന കാര്യത്തിൽ ആത്മപരിശോധന അവർ നടത്തട്ടെ എന്നും പ്രാപ്തിയില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകട്ടെ എന്നതടക്കമുള്ള രൂക്ഷമായ പ്രതികരണമായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. മാത്രമല്ല മറ്റു ചില വിഷയങ്ങൾ കൂടി വിവാദമാകുന്നു. അതിനൊക്കെ അദ്ദേഹം തക്കതായ മറുപടി നൽകുന്നു. പ്രത്യേകിച്ച് ഈയിടയ്ക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വിവാദമായ ഒരു കേസാണ് നിലവിളക്ക് കൊളുത്തുന്നതിന് കേക്ക് മുറിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്ന സംഭവം. അത് വളരെ വിവാദമായിരുന്നു. അതിനൊരു മറുപടി അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. താൻ കൈകൾ കഴുകി ആരുടെയും കയ്യിലേക്കല്ലല്ലോ ഒഴിച്ചിട്ടില്ലല്ലോ. അത്തരത്തിൽ താൻ ആരുടെയും കയ്യിലേക്ക് കഴുകി ഒഴിച്ചിട്ടില്ലല്ലോ. തൻ്റെ കൈകൾ ശുദ്ധിയാക്കി വിളക്ക് കൊളുത്തിയതുകൊണ്ട് ആർക്കും ഒരു ദോഷവും വരാനില്ല എന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. തൻ്റെ കൈയിൻ്റെ വൃത്തി താനാണ് തീരുമാനിക്കുന്നത്. അതായത് മറ്റുള്ള ആ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പല അമ്പലങ്ങളിലും താൻ ചുറ്റമ്പലത്തിൽ കയറാറില്ല. അമ്പലങ്ങൾ എങ്ങനെയാണ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതെന്ന് എന്നെ മുതിർന്നവർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ താൻ കയറാത്തത് എന്നും അതിനുള്ള കാരണം അതാണ് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതുകൊണ്ട് ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ചുറ്റമ്പലത്തിൽ താൻ കയറാറില്ല. അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് എവിടെയൊക്കെ കോണ്ടാക്റ്റ് വന്നുവെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതിലൊക്കെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്കും മറ്റു ചില ഉദ്ദേശങ്ങളാണ് ഉള്ളത്. അതിൻ്റെ കൂടെയൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അച്ഛനമ്മമാർ വളർത്തിയ വഴിയിൽ നമ്മൾ ജീവിക്കും എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹം നടത്തിയത്. മാത്രമല്ല
വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് കൈകൾ ശുദ്ധമാക്കിയ താൻ അങ്ങനെ ആയതുകൊണ്ടാണ് എന്നെ എന്ന് ജീവിക്കാൻ വിടൂ. ഞാൻ എൻ്റെ കൈ ശുദ്ധിയാക്കി ആ വിളക്ക് കൊളുത്തുന്നത് കൊണ്ട് ആർക്കും ഒരു ദോഷവുമില്ലല്ലോ, ജീവിക്കാൻ അനുവദിക്കൂ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. കൈ കൊടുക്കരുത്, ആലിംഗനം ചെയ്യരുത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കോവിഡ് കാലത്ത് പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. അതൊരു ബയോളജിക്കൽ നീഡായിരുന്നുവെങ്കിൽ അതിന് വഴങ്ങും. പക്ഷേ സ്പിരിച്വൽ നീഡാണെങ്കിൽ അതിന് വഴങ്ങില്ലെന്ന് പറയുന്നത് ഒരുതരം മുനവയ്പ്പാണ്, അത് തെറ്റാണ് എന്നും സുരേഷ് ഗോപി തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. കൈ കഴുകി ശുദ്ധമാക്കിയിട്ടാണ് കേക്ക് മുറിച്ചത്. നേരത്തെ പാപ്പൻ്റെയും ഗരുഡൻ്റെയും പ്രൊമോഷൻ വന്നപ്പോൾ താൻ തന്നെയാണ് മുഴുവൻ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തത്. എൻ്റെ കൈയുടെ വൃത്തി ഞാൻ തീരുമാനിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരോഗ്യത്തെ ഞാൻ മാനിക്കുന്നില്ലെന്ന് പറയില്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങളും അദ്ദേഹം തിരിച്ചു ചോദിച്ചു. ആരുടെയും കൈയിലേക്ക് താൻ കൈ കഴുകി ഒഴിച്ചിട്ടില്ലല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഗരുഡൻ പ്രൊമോഷൻ്റെ സമയത്ത് തൻ്റെ കാലിലെ 2 നഖം ഇളകിപ്പോയി. 18.25 കിലോമീറ്റർ ഒറ്റയടിക്ക് നടന്നിട്ട് ഇടയ്ക്ക് മഴ പെയ്ത് ഷൂവിനകത്ത് മുഴുവൻ വെള്ളം കയറി. 2 തള്ളവിരലിൻ്റെ നഖവും പോയി. അതിൻ്റെ എല്ലാം ചിത്രമുണ്ട് തൻ്റെ കയ്യിൽ. പിന്നീട് അത് സ്റ്റിച്ചിട്ട് നഖം കെട്ടിവെച്ചാണ് താൻ പ്രൊമോഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോഴാണ് നന്നായി മദ്യപിച്ച ഒരാൾ ഓടി വന്നത്. അപ്പോൾ ഞാൻ കൈകൊണ്ട് തടഞ്ഞു. ഇങ്ങനെ വിവാദങ്ങൾക്ക്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വിവാദങ്ങൾ, അതിനെല്ലാം തക്കതായ മറുപടി, ഒരു വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷനാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം JSK റിലീസ് ദിവസമായിരുന്നു. താൻ തൃശ്ശൂരിൽ ഗജപൂജയ്ക്കും ആനയൂട്ടിനും പോയിരുന്നുവെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഗജപൂജ നടത്തിയിട്ടാണ് ആനയൂട്ട് നടക്കുന്നത്. അതിന് 1.5-2 മണിക്കൂറാണ് എടുക്കുക. സിനിമയുടെ ആദ്യ ഷോയ്ക്ക് ചെല്ലാൻ പറഞ്ഞ് തിയേറ്ററിൽ നിന്ന് വിളി വന്നു. അങ്ങനെ ഗജപൂജയിൽ താൻ പങ്കെടുത്തു. വലിയ തിരക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഗജപൂജ നടത്തുന്ന ശാന്തിക്കാരനെ ആരും തൊടാൻ പാടില്ലെന്ന് തനിക്കറിയാം. പക്ഷേ താൻ തന്നെ മുൻനിരയിൽ ഉണ്ടായിരുന്നവരെ മാറ്റിയിട്ടാണ് ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്ന് ആ ചടങ്ങിൽ താൻ പങ്കെടുത്തത്. അതിനിടെ ഒരു ആനയെ കാണിച്ചുകൊണ്ട് പാപ്പാൻ പറഞ്ഞത് ഗുരുവായൂരിൽ നിന്ന് കൊണ്ടുവന്നു എന്നാണ്. അപ്പോൾ തനിക്കൊരു കൊതി തോന്നി, ഒന്ന് അതിനെ തഴുകണമെന്ന്. ആ ആനയെ തൊടുന്നതിന് മുമ്പും നന്നായി കൈ കഴുകിയിരുന്നുവെന്നും സുരേഷ് ഗോപി പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും വിവാദങ്ങൾക്ക്, താനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവാദങ്ങൾക്കെല്ലാം തക്കതായ മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. അതായത് ഇപ്പോൾ ഈ കൈ കഴുകൽ വിവാദമാകട്ടെ, അതിൽ തൻ്റെ കൈ കഴുകുന്നത് തൻ്റെ തീരുമാനമാണ്. അപ്പോൾ അത് ആരെയും ബാധിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിൽ എന്തിനാണ് മറ്റുള്ളവർ ഇടപെടുന്ന രീതിയിൽ തന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കൂ എന്ന രീതിയിലാണ് സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇടപെടേണ്ട വിഷയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന വിഷയങ്ങളൊക്കെ അദ്ദേഹം നിർദ്ദേശം കൊടുക്കുന്നു. ആ ഒരു പ്രശ്നമൊക്കെ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം പുതിയൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് കോട്ടയം പാലാ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിന് സമീപത്ത് ദ്രവിച്ച അവസ്ഥയിലുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റിൻ്റെ പ്രശ്നം പരിഹരിക്കുക എന്ന നിർദ്ദേശം മന്ത്രിക്ക് നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരെയൊക്കെ അദ്ദേഹം ഈ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ്. വൈകിക്കാതെ എത്രയും പെട്ടെന്ന് അതിലൊരു നടപടി എടുക്കണം എന്ന രീതിയിലാണ് കേന്ദ്ര സഹമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. കോളേജിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സ്റ്റാഫിനുമൊക്കെ ഒരേപോലെ ഭീഷണിയായി നിൽക്കുന്ന ദ്രവിച്ച ഡ്യുവൽ ലെഗ് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഒരു നടപടി വേണം എന്ന ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.